അസ്സലാമു അലൈക്കും. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലാതായോ? നിന്നോട് ഇഷ്ടം കൂടി നിന്നെ ചീത്തയാക്കി ഒടുവിൽ നിസാം ചെയ്തതുപോലെ നിന്നെ വലിച്ചെറിയുമെന്ന് ഞാനിന്ന് കരുതിയേ നീ? ഷിബിലി അത് ചോദിക്കുമ്പോൾ റസിയ പറഞ്ഞു, എനിക്കെൻ്റെ ഷിബിക്കയെ വിശ്വാസമാണ്. ഈ ലോകത്ത് മറ്റാരെക്കാളും എനിക്കിപ്പോൾ വിശ്വാസമുള്ളത് നിങ്ങളെയാണ്. അത് പറയുമ്പോൾ റസിയയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. പിന്നെന്താ? അത് ഐഷുമ്മയെ പറഞ്ഞത് എന്നെ ഈ സമയത്ത് ഞാനാണ് സൂക്ഷിക്കേണ്ടതെന്ന്. ആണുങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടെന്ന്, നമുക്ക് സ്നേഹിക്കാൻ ഇനിയും സമയമുണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ. ബുദ്ധിയുറക്കാത്ത കുഞ്ഞുങ്ങളേതുപോലെ നിഷ്കളങ്കത തുളമ്പിയിരുന്നു അവളുടെ വാക്കുകളിൽ. ഷിബിലിക്ക് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി ആ പെണ്ണിനോട്. തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ അവളെ വലിച്ച് തൻ്റെ അടുത്തേക്ക് നിർത്തി. ഉമ്മ പറഞ്ഞതുകൊണ്ടാണോ എൻ്റെ കുട്ടി ഇങ്ങനെ? അതിൽ ഞാൻ നിന്നെ പിടിച്ചു തിന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞൂടെ നിൻ്റെ ഐഷുമ്മയോട്? അവൻ്റെ സ്വരത്തിൽ ചെറുതായി ദേഷ്യം കലർന്നു. നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു കഴിഞ്ഞു പെണ്ണെ. ഇനി എൻ്റെ ഹൃദയം നിലക്കും വരെ നീ എൻ്റെ ഉള്ളിലുണ്ടാവും. നിന്നോടുള്ള ഇഷ്ടത്തെ പ്രണയമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. നീ എൻ്റെ പ്രാണനാണ്. മഹറ അണിഞ്ഞില്ലെങ്കിലും കൽബിനുള്ളിൽ നീ എൻ്റെ ബീവി തന്നെയാണ്. ഷിബിലിക്ക് ഇനി ഒരു ലൈഫുണ്ടെങ്കിൽ നീയും എൻ്റെ കൂടെ കാണും. ആണൊരുത്തൻ്റെ ചങ്കുറപ്പുള്ള വാക്കായിരുന്നു അത്. നിന്നോട് വല്ലാതെ ഇഷ്ടം തോന്നുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ കൊഞ്ചിക്കാനും ഉമ്മ വെക്കാനൊക്കെ തോന്നുന്നത്. അത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലേ ഞാനിനി വരില്ല, പോരെ? അവളെ പിടിച്ചു വെച്ച അവൻ്റെ കൈ അയഞ്ഞു. റസിയ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവിടെ ചിരിയില്ല, കുസൃതിയില്ല, പിണക്കമാണ്. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവൻ തിരിഞ്ഞു നടന്നതും റസിയക്ക് വല്ലാത്തൊരു ചങ്കിടിപ്പുണ്ടായി. പെട്ടെന്നൊരു തോന്നലിൽ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഷിബിലി തിരിഞ്ഞു നോക്കി. എന്നോട് പിണങ്ങിപ്പോവല്ലേ ഷിബിക്ക? നിങ്ങൾ പിണങ്ങിയാൽ പിന്നെ എനിക്ക് സഹിക്കൂല. എനിക്ക് ഈ ഭൂമിയിൽ ഇപ്പോൾ ഷിബിക്ക മാത്രമേ ഉള്ളൂ. റസിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീണു. വിതുമ്പുന്ന ചുണ്ടുകളെ അവൾ കൈകൊണ്ട് മറച്ചു. ഞാൻ നിന്നോട് പിണങ്ങുവോടി? ഉടനെ ഷിബിലി ചിരിയോടെ അവളെ വലിച്ചടുപ്പിച്ചു. ഐ ലവ് യു. എനിക്ക് ഇഷ്ടമാണ് ഷിബിക്ക, ഒരുപാട്. ദിവസങ്ങൾ വീണ്ടും ഓടി മറഞ്ഞു. അന്ന് റസിയ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഷിബിലി അവളോട് ചെറിയൊരു അകലം പാലിച്ചിരുന്നു. അത് അവളോടുള്ള ഇഷ്ടക്കുറവല്ല. ഇനിയും അവളോട് മുട്ടിയിരുമ്പ് താൻ നിൽക്കുന്നത് കണ്ടാൽ ഉമ്മ വല്ലതുമൊക്കെ പറയും. അത് കേട്ട് ആ പാവം പൊട്ടിപ്പെണ്ണ് കണ്ണ് നിറക്കും. ആ നിറഞ്ഞ മിഴികൾ കാണുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് അവന്. ഷിബിലിയുടെ മാറ്റം റസിയയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഐഷുമ്മ പറഞ്ഞത് ശരിയാണെന്ന് ഷിബിക്കും തോന്നിക്കാണും. അതുകൊണ്ടാവും ഈ ഒഴിഞ്ഞുമാറലെന്ന് അവൾ ഓർത്തു. എങ്കിലും ഇടയ്ക്കൊക്കെ ഒരു കുഞ്ഞു നോവ് തോന്നും. എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞതാണോ എന്ന് നോക്കും. ഷിബിക്ക് കാണുമ്പോൾ ചിരിക്കും. ആരും കാണാതെ ഒന്ന് കണ്ണിറുക്കി കാണിക്കും. ഇടയ്ക്ക് മുത്തം വെക്കുന്നത് പോലെ ചുണ്ടു കൂർപ്പിച്ച് കാണിക്കും. അത്രയൊക്കെ മതി അവൾക്ക് ആ ദിവസം മുഴുവനും സന്തോഷിക്കാൻ. അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും അവൾക്ക് പ്രിയപ്പെട്ടതാണ്. അവൻ്റെ ഓരോ കുസൃതിയും റസിയ ഹൃദയത്തോട് ചേർത്ത് വെക്കും. ഇടയ്ക്ക് അതെല്ലാം ഓർത്ത് നാണത്തോടെ ഒറ്റയ്ക്ക് ചിരിക്കുകയും ചെയ്യും. ഇപ്പോൾ പഴയതുപോലെ അവൾ സങ്കടപ്പെട്ട് ഇരിക്കാറേയില്ല. പഴയതൊന്നും ഓർക്കാതെ ആ ഒരുവനെക്കുറിച്ച് മാത്രം ഓർത്ത് മനസ്സിനെ സന്തോഷിപ്പിക്കും. രാവിലെ അവൻ പോയാൽ പിന്നെ വരാനുള്ള കാത്തിരിപ്പാണ്. അതിനുമുണ്ടൊരു സുഖം. വരാൻ നേരത്ത് മുടിയൊക്കെ ചീകി ഒതുക്കി കെട്ടിവെച്ച് കുറച്ച് പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങി മോളൂട്ടിയെയും കൊണ്ട് ഹാളിൽ വന്നിരിക്കും. അവനെ കാത്തിരുന്ന് ഷിബിക്ക് കയറി വരുമ്പോൾ നോക്കിയൊന്ന് പുഞ്ചിരിക്കും. മോളൂട്ടിയെ കൊഞ്ചിക്കുന്നതിനിടയിൽ പലവട്ടം ആ കണ്ണുകൾ തന്നെയും തേടിയിട്ടു. ആ നോട്ടം കൊണ്ടവളുടെ ഹൃദയം നിറയും. ഐഷുമ്മയും സാബിത്തയും ഉള്ളതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചോദിക്കാറുമില്ല. ബലിപെരുന്നാൾ അടുത്തു വന്നതോടെ അവന് ഷോപ്പിൽ തിരക്കും തുടങ്ങി. രാവിലെ നേരത്തെ ഇറങ്ങും, രാത്രി ഒരുപാട് വൈകിയേ തിരിച്ചു വരൂ. ചില ദിവസങ്ങളിൽ ഒന്നും കാണാൻ കൂടി കിട്ടാറില്ല അവൾക്ക്. അവൻ രാത്രി കയറി വരുമ്പോൾ സാബറയാണ് ഡോറ് തുറന്നു കൊടുക്കാറ്. പൂർണ്ണമായി തൻ്റേതായിട്ട് വേണം ആ ജോലി തനിക്ക് ഏറ്റെടുക്കാനെന്ന് റസിയ എപ്പോഴും ഓർക്കും. ഐഷുമ്മ ഇപ്പോഴും റസിയയുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. നേരത്തെ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ ഐഷുമ്മ പറയും. തൻ്റെ പ്രിയപ്പെട്ടവൻ വരാതെ റസിയക്ക് ഉറക്കം വരില്ലെന്നുള്ള കാര്യം ഐഷുമ്മക്ക് അറിയില്ലല്ലോ. ഐഷുമ്മയെ പേടിച്ച് മിഴികൾ ഇറക്കെ പൊട്ടി ഉടക്കം നിറച്ച് കിടക്കും. ഷിബിലി വരും വരെ. മോളൂട്ടി രാത്രി റസിയുടെ വയറിലേക്കോ കയ്യോ കാലോ എടുത്തിടുമെന്ന് പറഞ്ഞ് ഐഷുമ്മയുടെ ഇരുവശമാണ് ആ വലിയ ബെഡിൽ അവർ കിടക്കുന്നത്. റസിയ ഉറക്കത്തിലെന്ന പോലെ ഐഷുമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കും. തൻ്റെ ഷിബിക്കയുടെ ഉമ്മയാണ്. ആ ഉമ്മയുള്ളത് കൊണ്ട് തനിക്ക് ഷിബിക്കയെ കിട്ടി. അപ്പോൾക്കപ്പോൾ ഐഷുമ്മയോട് വല്ലാത്ത സ്നേഹം തോന്നും.
അശ്മ കൂടെ ഉള്ളതുകൊണ്ട് ഷിബിലി മുൻപത്തെ പോലെ രാത്രി റസിയുടെ റൂമിനകത്തേക്ക് വരാറില്ല. ചില ദിവസം ചാരി വെച്ച ഡോറിനരികിൽ വന്ന് നിൽക്കുന്നത് കാണാം. സാബിത്തിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതും കേൾക്കാം. ആ സ്വരം കേൾക്കുമ്പോൾ അവൾക്ക് ഉള്ളിൽ മഞ്ഞു വീയും പോലെ ഒരു സുഖമാണ്. പിന്നെ അവൾ സമാധാനത്തോടെ ഉറങ്ങും. അതിനിടയ്ക്ക് അവൻ നഷ്വയെ നേഴ്സിങ്ങിന് പഠിക്കാൻ ചേർത്തിരുന്നു. അവൾക്ക് തന്നെയുമാണ് പഠിക്കണമെന്ന് താല്പര്യം പറഞ്ഞത്. കുറച്ചധികം ദൂരമുണ്ട് കോളേജിലേക്ക്. ദിവസവും പോയി വരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് നഷ്വ തന്നെയാണ് പറഞ്ഞത്. ഷിബിലി അവളുടെ ഇത്താത്തമാരോടെല്ലാം ഇക്കാര്യം സംസാരിച്ച് അവർ സമ്മതം കൂടി വാങ്ങിയിരുന്നു. അതൊരു തരം ഒളിച്ചോട്ടമാണെന്ന് നഷ്വക്ക് മാത്രമേ അറിയൂ. ഷിബിലിയുടെ വീട്ടിൽ നഷ്വയ്ക്ക് ഒന്നിനും ഒരു കുറവുമില്ലെങ്കിലും പലപ്പോഴും തൻ്റെ നഷ്ടപ്രണയത്തിൻ്റെ വേദന അവളെ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. തൻ്റേതല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഷിബിക്കയും റസിയും ഒന്നിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഹൃദയത്തിൽ എന്തോ ഒന്ന് കുത്തിയിറങ്ങുന്നത് പോലൊരു വേദനയാണ്. ഇനിയും എവിടെ നിന്നാൽ അവരുടെ പ്രണയരംഗങ്ങൾക്ക് സാക്ഷിയാവേണ്ടി വന്നാൽ ഒരിക്കൽ തുന്നിക്കൂട്ടിയ തൻ്റെ ഹൃദയം വീണ്ടും മുറിയുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും വിട്ടു നിൽക്കണമെന്ന് അവൾ തീരുമാനിച്ചത്. നിസാമിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടപ്പോൾ ഒരാഴ്ചയായി. തനിയെ നടക്കാനൊന്നും ആയിട്ടില്ല. ഇപ്പോഴും റെസ്റ്റ് തന്നെയാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. നബീസുമ്മ അവൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുമെങ്കിലും അവനോടൊന്നും സംസാരിക്കാറില്ല. ഉമ്മ മിണ്ടണമെന്ന് അവനും ഒരു നിർബന്ധവുമില്ല. അതിനിടയ്ക്ക് ഹംസ മകന് വേണ്ടി വിവാഹാലോചനയുമായി മുമ്പോട്ട് പോകുന്നു. ബ്രോക്കർ പറഞ്ഞ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് അയാൾ പെണ്ണ് ചോദിച്ചു. ആദ്യ ഭാര്യ തൻ്റെ മകനെ ചതിച്ച് തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്നൊക്കെയാണ് അയാൾ പെൺവീട്ടുകാരോട് പറഞ്ഞത്. മകനിപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റിൽ പറ്റി റെസ്റ്റിലാണെന്നും പറഞ്ഞു. ഒരുപാട് വിവാഹാലോചനകൾ വന്നതാണ്. പെണ്ണിന് സംസാരിക്കുമ്പോൾ വിക്കുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയത് കൊണ്ട് മടുത്ത പെണ്ണിൻ്റെ വീട്ടുകാർക്ക് 2ാം കെട്ടൊരു പ്രശ്നമായി തോന്നിയില്ല. എങ്കിലും അവർക്കൊന്ന് കൂടി ആലോചിക്കണമെന്ന് പറഞ്ഞാണ് അവർ അംസിയെ പറഞ്ഞയച്ചത്. നിസാമിനോട് മാത്രം അയാൾ അക്കാര്യം പറഞ്ഞു. അവരെ അന്വേഷിച്ച് വിളിച്ചതിന് ശേഷം ബാക്കിയുള്ളവരെ അറിയിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഇത് നാട്ടിൽ മുഴുവൻ നോട്ടീസ് അടിച്ച് അറിയിക്കുമെന്ന് പറഞ്ഞു ഹംസ നിസാമിനോട്. ഉമ്മറത്തിരുന്ന് മോളൂട്ടിയുടെ മൂട് ചീകി കൊടുക്കുമ്പോഴാണ് റസിയ മുറ്റത്തോടെ നടന്നു വരുന്ന നബീസുമ്മയെ കണ്ടത്. റസിയയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു പോയി. അവൾ മുറ്റത്തേക്ക് ഓടിയിറങ്ങി. മോളെ സൂക്ഷിച്ച്, ഇങ്ങനൊന്നും ഓടി വരല്ലേ, നബീസുമ്മയുടെ ആകുലതയോടെ പറഞ്ഞതും റസിയ അവിടെ നിന്നു. ഉമ്മ സുഖാണോ നിങ്ങൾക്ക്? അവൾ നബീസുമ്മയെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു. അൽഹംദുലില്ലാ സുഖാണ് മോളെ. നബീസുമ്മ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. സമയങ്ങളൊന്നുമില്ലെങ്കിലും അവളുടെ ചുണ്ടുകളിൽ തങ്ങി നിൽക്കുന്ന പുഞ്ചിരിക്ക് വല്ലാത്തൊരു അഴക് തന്നെയാണ്. തൻ്റെ മകൻ്റെ ഭാര്യയായി ആ വീട്ടിൽ കഴിയുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇത്ര മനോഹരമായി ചിരിച്ചിട്ടുണ്ടോ? അവളുടെ മുഖം ഇത്ര ഭംഗിയോടെ തിളങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം മനസ്സിൽ ഉയർന്നു വന്നതും നിരാശയിൽ കുതിർന്നൊരു നിശ്വാസം അവരിൽ നിന്നുയർന്നു. നബീസുമ്മ കയ്യിലുണ്ടായിരുന്ന കവൾ അവളെ ഏൽപ്പിച്ചു. ഇതൊക്കെ എന്തിനാണുമ്മ? ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഇത് കുറച്ച് പഴങ്ങളാണ് മോളെ. മോൾക്ക് വേണ്ടി കൂടുതലൊന്നും ചെയ്യാൻ ഈ ഉമ്മാക്ക് കഴിയില്ലല്ലോ. ആ ഉമ്മയുടെ വാക്കുകളിൽ കുറ്റബോധം നേലിച്ചു. അതൊന്നും സാരില്ല ഉമ്മ. ഉമ്മ വന്നല്ലോ എന്നെ കാണാൻ. എനിക്ക് സന്തോഷമായിട്ടുമ്മ. റസിയ ഉമ്മയുടെ കയ്യിൽ പിടിച്ചു. തട്ടത്തിനിടയിലൂടെ കാണുന്ന ചെറുതായി ഉയർന്നു തുടങ്ങിയ അവളുടെ വയറിലേക്ക് നോക്കി നബീസുമ്മ. അരുവിയുടെ ഒരു നോട്ടം. അതിനകത്തുള്ളത് തൻ്റെ മകൻ്റെ കുഞ്ഞാണ്, തൻ്റെ പേരക്കുട്ടിയാണ്. നബീസുമ്മയുടെ നെഞ്ചിലൊരു നീറ്റലുണ്ടായി. അനങ്ങി തുടങ്ങിയ മോളെ? അവരവളുടെ വയറിൽ കൈവച്ച് ചോദിച്ചു. ചെറുതായിട്ടുമ്മ. നബീസുമ്മ പുഞ്ചിരിച്ചുവെങ്കിലും ആ കണ്ണിലെ നനവ് റസിയ വ്യക്തമായി കണ്ടു. അവിടുത്തെ വിശേഷം എന്താണുമ്മ? ബാനത്തെയും ഇഷാമിക്കയും ലിബയൊക്കെ എന്ത് പറയുന്നു? സുഖല്ലേ അവർക്കൊക്കെ? നബീസുമ്മയുടെ സങ്കടം കണ്ട് റസിയ സംസാരം തിരിച്ചുവിട്ടു. പാവം പെണ്ണ്, അവളെവിടെ ഇറങ്ങിയതിൽ പിന്നെ കുറ്റപ്പെടുത്താനല്ലാതെ അവളെക്കുറിച്ച് സംസാരിക്കുകയോ തൊട്ടപ്പുറത്തുണ്ടായിട്ട് പോലും അവളുടെ വിവരങ്ങളൊന്ന് അന്വേഷിക്കുകയോ ചെയ്യാത്തവരെ കുറിച്ചാണ് അവൾ ചോദിക്കുന്നത്. പാവം തന്നെ. അത്രയും സമയം വാത്സല്യത്തോടെ തന്നെ നോക്കിയിരുന്ന നബീസുമ്മയുടെ മുഖം മങ്ങി അവിടെ പരുക്കൻ ഭാവമായത് റസിയ കണ്ടു. അവരുടെയൊക്കെ സുഖവിവരം നീ എന്തിനാ റസിയ അന്വേഷിക്കുന്നത്? ആ വീടിൻ്റെ പടി ഇറക്കി വിട്ടതോടെ നെയ്യും അവരുമായുള്ള ബന്ധമൊക്കെ അറ്റുപോയതല്ലേ? നബീസുമ്മ ദേഷ്യത്തോടെ ചോദിച്ചതും റസിയയുടെ മുഖം താഴ്ന്നു. അവരാരും ഇന്ന് വരെ നിന്നെക്കുറിച്ചൊരു വാക്ക് പറയുന്നതോ നീ പോയതിൽ പിന്നെ വ്യസനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മോളെ. കുറച്ച് നാളെങ്കിലും നീ അവിടെ കഴിഞ്ഞതല്ലേ? അവർക്കൊക്കെ വെച്ച് വിളമ്പിയതല്ലേ? ഇങ്ങോട്ട് കാണിക്കാത്ത കരുണയും സ്നേഹമൊന്നും നീ അങ്ങോട്ടും കാണിക്കണ്ട.
നബീസമ്മയുടെ സ്വരത്തിൽ മുഴച്ചു നിന്ന ദേഷ്യം റസിയോടായിരുന്നില്ല. അത് അവൾക്കും അറിയാം. ആ പറയുന്നതൊക്കെയും ശരിയാണെന്നും അറിയാം. എന്നാലും ആരെയും വെറുക്കാനൊന്നും ആ പെണ്ണിനെ കൊണ്ട് കഴിയില്ലല്ലോ. മുഖം കുനിച്ച് നിൽക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ച് നബീസുമ്മ. അവളുടെ നിൽപ്പ് കണ്ട് ആ ഉമ്മയുടെ നെഞ്ച് വേദനിക്കുന്നുണ്ട്. ആരും ചത്തിട്ടൊന്നുമില്ല മോളെ, ഒക്കെ ജീവനോടെ ഉണ്ട്. മോളോട് ചെയ്ത തെറ്റിനൊക്കെ കാലം അവരോട് കണക്ക് ചോദിച്ചോളൂ. നബീസുമ്മയുടെ വാക്കുകളിൽ അവരോടുള്ള ഇഷ്ടക്കേടുണ്ടായിരുന്നു. മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞതല്ല കേട്ടോ. നിന്നെപ്പോലെ ഒരു സൗഭാഗ്യത്തെ നഷ്ടപ്പെടുത്തിയവരോടുള്ള അമർഷം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരും. ഉമ്മാൻ്റെ കുഞ്ഞ് വിഷമിക്കണ്ട. നബീസുമ്മയുടെ ശബ്ദം നേർത്തു. ലിബ ചെയ്ത തെറ്റിലാണ് അന്ന് എല്ലാവരും ചേർന്ന് റസിയെ കുറ്റക്കാരിയാക്കിയതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും ഉള്ളു പൊള്ളും. നബീസുമ്മ തട്ടം കൊണ്ട് കണ്ണുകളൊപ്പി. എനിക്ക് വിഷമമൊന്നുമില്ലമ്മ, നിങ്ങളിങ്ങനെ കാര്യമൊന്നും വേണ്ട. പഴയതൊന്നും ഞാനിപ്പോൾ ഓർക്കാറില്ല. റസിയ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആകെ ഒരു വിഷമമുള്ളത് എൻ്റെ പെറ്റുമ്മയ വീട്ടുകാരെ എന്നെ മനസ്സിലാക്കുന്നതിലാണ്. അവരോട് പറയാൻ അവൾക്കൊപ്പോൾ മനസ്സ് വന്നില്ല. റസിയയുടെ പുഞ്ചിരി കണ്ടതും നബീസുമ്മയും പുഞ്ചിരിച്ചു. എനിക്കിപ്പോൾ തോന്നുന്നു മോളെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായെന്ന്. നിൻ്റെ കണ്ണീര് കണ്ട് അലിവ് കണ്ട ആ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയതാവും റബ്ബ്. ഇല്ലെങ്കിപ്പോൾ എന്നെപ്പോലെ ആ വീടിനുള്ളിൽ ഇയും കിടന്ന് നീറില്ലാതാവായിരുന്നു. പഠിച്ചോന് എൻ്റെ കുട്ടിയെ രക്ഷിച്ചതാണ്. എൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിഡ്ഢിയായ എൻ്റെ മകൻ്റെ കൂടെ കഴിഞ്ഞാലേ നിനക്കൊരിക്കലും സമാധാനം കിട്ടൂലായിരുന്നു റസിയ. വിധിയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. ഷിബില് നിന്നെ കൈവിടില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നബീസുമ്മ അവളുടെ തട്ടത്തിന് മുകളിലൂടെ ഒന്ന് തലോടി. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് വാ ഉമ്മ. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ സംസാരത്തിനിടയിൽ അത് മറന്നും ചെയ്തു. ഇല്ല മോളെ, ആരും അറിയാതെയാണ് ഞാൻ മോളെ കാണാൻ വന്നത്. നിസാം അവിടെ തനിച്ചാണ്. ഇപ്പോഴും എൻ്റെ സഹായമില്ലാതെ രണ്ട് കാലിൽ നിവർന്നു നിൽക്കാൻ ആയിട്ടില്ല അവൻക്ക്. നബീസുമ്മ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ റസിയുടെ കാതുകൾ കൊട്ടിയടക്കപ്പെട്ടതുപോലെയായിരുന്നു. നിസാം. ആ പേര് കേൾക്കുമ്പോൾ പോലെ ഇപ്പോഴും അവളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു. അതുകൊണ്ടാവും അവളുടെ ദേഹം ഒന്ന് വിറച്ചത്. അവന് എന്ത് പറ്റിയതാണെന്നും റസിയ ചോദിച്ചില്ലെങ്കിലും അവനെ ആരോ റോഡിൽ തല്ലിച്ചതച്ചിട്ടതാണെന്ന് നബീസുമ്മ ഒരു ഗുഹക്കകത്ത് നിന്ന് പറയുന്നത് പോലെ കേട്ടു. റസിയെ വേദനിപ്പിച്ചതിന് പഠിച്ചോൻ കൊടുത്ത ശിക്ഷയാണ് അതെന്നും പറയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കൂടി അവളോട് സംസാരിച്ചു നബീസുമ്മ പോയി. അവർ കൊണ്ടുവന്ന കവറുമായി റസിയ അകത്തേക്ക് കയറി. ആരാ റസിയ പുറത്തു വന്നത്? അവൾ അകത്തേക്ക് കയറിയതും സാബിറ ചോദിച്ചു. അതെ, നബീസുമ്മയാണ്. അവരെന്താ പറഞ്ഞത്? റസിയുടെ മുഖത്തെ മാറ്റം കണ്ട് സാബിറ ചോദിച്ചു. അത് നിസാമേ, ആരോ അയാളെ തല്ലിയെന്നോ ഹോസ്പിറ്റലിലായിരുന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയും തൊടാതെ ഒരു മറുപടി കൊടുത്ത് റസിയ അകത്തേക്ക് നടന്നു. തല്ലുകയല്ല, അവൻ്റെയൊക്കെ കയ്യിലിരിപ്പിനെ കൊല്ലാൻ വേണ്ടത്. അടുക്കളയിലേക്ക് പോകുമ്പോൾ ക്രൂരമായ ആനന്ദത്തോടെ സാബിറ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു റസിയ. ഇപ്പോഴും അവനെ ആരാം തല്ലിയത്? ഇനിയിപ്പോൾ ഷിബിക്ക് എങ്ങാനും ആണോ എന്ന് ഓർത്തുകൊണ്ടിരുന്നു റസിയ. ക്ലാസ് കട്ട് ചെയ്ത് ഭാവി വരോടൊപ്പം കറങ്ങാൻ ഇറങ്ങിയതാണ് മുഫീദ. നിക്കാഹ് കഴിയാതെ ഇങ്ങനെ ചുറ്റാനൊന്നും വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് മുഫീദ ഷാനവാസിൻ്റെ കൂടെ പോകുന്ന കാര്യം വീട്ടിലൊന്നും പറഞ്ഞില്ല. ഉമ്മ അറിഞ്ഞാൽ എന്തായാലും വിടില്ലെന്ന് ഉറപ്പായിരുന്നു അവൾക്ക്. എന്ത് പറ്റി മുഫിമോൾക്ക്? സാധാരണ വിളിക്കുമ്പോൾ ഉള്ള ഉത്സാഹമൊന്നും എന്നെ നേരിൽ കണ്ടപ്പോൾ ഇല്ലല്ലോ. ഞാൻ വന്നത് ഇഷ്ടമായിട്ടില്ലേ? ഷാനവാസ് മുഫീദയുടെ മുഖത്തെ വാട്ട ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല ഡോക്ടറെ. എന്തോ കുറച്ച് ദിവസമായിട്ട് മനസ്സിനൊരു വല്ലായ്മ. എനിക്കെൻ്റെ ഇത്താത്തയെ കാണാൻ തോന്നുക. മുഫീദയുടെ ശബ്ദം നേർത്തുപോയി. കുറച്ച് ദിവസം മനസ്സ് അസ്വസ്ഥമാകുന്നത് തൻ്റെ കൂടെപ്പിറപ്പിനെ ഒരു നോക്ക് കാണാനുള്ള കൊതി കൊണ്ടാണ് അവൾ ഷാനവാസിനോട് തുറന്നു പറഞ്ഞിരുന്നു. ഹോ, അതിനായിരുന്നോ? ഞാൻ കരുതി ഞാൻ വന്നത് തനിക്ക് ഇഷ്ടമായിട്ടില്ലെന്ന്. അതിനെന്താടോ? ഇത്താത്തയെ കാണണമെന്ന് തോന്നുമ്പോൾ ചെന്ന് കാണണം. അതിനെന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഷാനവാസ് അവളെ മുഖം ചിരിച്ചു നോക്കി. എന്നിട്ടും മുഫീദയുടെ മുഖം ഒട്ടും തെളിഞ്ഞില്ല. തൻ്റെ സങ്കടം കണ്ടാൽ തോന്നും തൻ്റെ ഇത്തി രാജ്യം വിട്ടു പോയതാണെന്ന്. അവൻ അവളെ കളിയാക്കി. മുഫീദ അവനെ നോക്കി. റസിയെക്കുറിച്ച് അവനോട് പറയണോ വേണ്ടയോ എന്നൊരു ചിന്തയായിരുന്നു അപ്പോൾ മനസ്സിൽ. പറഞ്ഞാൽ എല്ലാം കേട്ട് കഴിയുമ്പോൾ ഡോക്ടറും ഇനി ഉമ്മ പറയുന്നത് പോലെ പറയോ? ഒന്ന് സംശയിച്ചുവെങ്കിലും അവൻ തൻ്റെ പാതിയാവാൻ പോകുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം അറിയേണ്ടവൻ എന്നോർക്കെ മുഫീദ റസിയെക്കുറിച്ചെല്ലാം അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഷാനവാസ് അവളെ തറപ്പിച്ചൊരു നോട്ടമായിരുന്നു. ഓ,
താൻ എന്ത് ദുഷ്ടയാടോ, ഇത്രയും ദിവസം ഞാനും എൻ്റെ വീട്ടുകാരും അതിനെ വിളിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത ആൾക്കാരും കേട്ടോ നിങ്ങളൊക്കെ. അവനൊന്ന് തല കുടഞ്ഞു. സ്വന്തം അനിയത്തിയുടെ വിവാഹനിശ്ചയത്തിന് പോലും വിളിക്കാതെ ആ പെൺകുട്ടിയെ നിങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? അവനെങ്ങനെ ചോദിച്ചതും മുഫീദയുടെ ഉള്ളിലും കുറ്റബോധം കിടന്നു വെങ്ങി. എന്തു പറഞ്ഞാലും കണ്ണ് നിറച്ചു നിൽക്കുന്ന പാവം ഇത്താത്തയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നതും മുഫീദയുടെ കണ്ണ് ചെറുതായി നനഞ്ഞു. ഉമ്മ പറയുന്നത് കേട്ട് നമ്മുടെ വിവാഹം കഴിയുന്നത് വരെ ഇത്താത്തയോട് മിണ്ടാതിരിക്കാനോ നിൻ്റെ പ്ലാൻ മുഫീദ? ഈ കഥകളൊക്കെ അറിയുമ്പോൾ ഈ വിവാഹം നടക്കാതിരിക്കുമോ എന്നല്ലേ തൻ്റെ വീട്ടുകാർ ഭയപ്പെടുന്നത്? ഞാനും എൻ്റെ കുടുംബവും എന്തായാലും നിങ്ങളത്ര ക്രൂരതയുള്ളവരൊന്നല്ല കേട്ടോ. താൻ തൻ്റെ ഇത്താത്തയെ വിളിച്ചില്ലെങ്കിലാവും ഈ നിക്കാഹ് മുടങ്ങുക എന്ന് പറഞ്ഞേക്ക് തൻ്റെ ഉപ്പയോട്. എന്തോ റസിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഷാനവാസ് ക്ഷോഭിച്ചു. കടുത്തു പോയിരുന്നു അവൻ്റെ ശബ്ദം. മുഫീദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതൊരിക്കലും വിവാഹം മുടങ്ങുമോ എന്ന ആശങ്ക കൊണ്ടായിരുന്നില്ല. അവൻ്റെ നാവിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഇത്രയും ദിവസം തൻ്റെ ഇത്താത്തയെ മറന്നു പോയത് കൊണ്ടുള്ള കുറ്റബോധത്താൽ നിറഞ്ഞതായിരുന്നു. ഷാനവാസ് കാർ റോഡിൻ്റെ അരികെ ചേർന്ന് നിർത്തി. എന്താടോ, താൻ കരയാണോ ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം മയപ്പെട്ടിരുന്നു. നിക്കാഹ് മുടങ്ങുമെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. അതോർത്ത് താൻ കരയൊന്നും വേണ്ട. അവൻ കണ്ണ് ചിമ്മി പുഞ്ചിരിച്ചു കാട്ടി. പിന്നെ ഉമ്മ വിലക്കിയാലും താൻ നാളെ തന്നെ തൻ്റെ ഇത്താത്തയെ പോയി കാണട്ടോ. നമ്മുടെ വിവാഹത്തിനെ ക്ഷണിക്കണം. ചെറുചിരിയോട് പറയുന്നവനെ നോക്കി തല അനക്കി മുഫീദ. നിന്നെ ആരെങ്കിലും തടഞ്ഞാൽ അവരോട് പറഞ്ഞേക്കേ ഇത്താതെ ഇല്ലാതെ ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന്. നാളെ ഷിബിക്കയുടെ ബർത്ത്ഡേ ആണത്രേ. രാത്രി കിടക്കുമ്പോഴാണ് ഐഷുമ്മ അത് പറയുന്നത്. അവനെ പ്രസവിച്ച സമയത്തെ കാര്യങ്ങളും ഷിബിക്ക കുഞ്ഞാവുമ്പോൾ കാണിച്ച കുസൃതിയുമൊക്കെ തോരാതെ പറയുകയാണ് ഐഷുമ്മ. ആ കഥകളൊക്കെ കേൾക്കാൻ റസിയയ്ക്ക് വല്ലാത്ത ആവേശം തോന്നി. ഞാൻ പഴയ കിസ്സുകളൊക്കെ പറഞ്ഞ് മോളെ മടുപ്പിച്ചോ? ഇനി ഉറങ്ങിക്കോട്ടോ. ഐഷുമ്മ റസിയെ നോക്കി ഒരു ചമ്മിയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കോട്ടുവായിട്ട് തിരിഞ്ഞു കിടന്നു. അവരെങ്ങനെ പറഞ്ഞപ്പോൾ റസിയുടെ മുഖം വാടിപ്പോയി. അവർക്കറിയില്ലല്ലോ ആ പേര് കേൾക്കുന്നത് പോലും തനിക്ക് അത്രമേൽ ഇഷ്ടമാണെന്ന്. ഐഷുമ്മ ഉറങ്ങിയിട്ടും റസിയ ഉറക്കം വരാതെ കിടന്നു. ഒരുപാട് നേരം അവനെയും കാത്ത് അങ്ങനെ കിടന്നു. പക്ഷേ ഇടയ്ക്കെപ്പോഴും അവൾ മയക്കത്തിലേക്ക് വീണിരുന്നു. രാവിലെ നേരത്തെ ഉണർന്ന് ആളെ ഒന്ന് വിഷ് ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ അവൾ ഉണരും മുമ്പേ അവൻ പോയിരുന്നു. വല്ലാത്തൊരു നിരാശ തോന്നി അവൾക്ക്. പിറന്നാൾ ദിവസമായിട്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വരുമോ? ഒന്ന് വന്നിരുന്നെങ്കിൽ. അവളുടെ ഉള്ളം കൊതിച്ചു. ഇന്നലെ തന്നോട് ഇക്കാര്യം പറഞ്ഞ ഐഷുമ്മ പോലും ഇന്ന് അതെല്ലാം മറന്നുവെന്ന് തോന്നുന്നു. റസിയെ മാത്രം മറക്കാതെ ഓർത്തു വെച്ചു. ഇത്താ, നമുക്കിന്ന് പായസം ഉണ്ടാക്കിയാലോ? സാബിറയോട് മടിയോടെയാണ് അവൾ ചോദിച്ചത്. അതിനെന്താ, ഉണ്ടാക്കാലോ. പായസത്തിനാണോ ഇപ്പോൾ കൊച്ചിനെ കൊതി? അവളുടെ വയറിലേക്ക് നോക്കി സ്നേഹത്തോടെ ചോദിച്ചു സാബിറ. പായസം മാത്രമേ കണ്ട, ബിരിയാണി ഉണ്ടാക്കാം സാബിറ പറഞ്ഞു. റസിയയ്ക്കും സന്തോഷമായി. സവാള അരിയാനയ്ക്ക് അവളും സഹായിച്ചു. കൂടുതലൊന്നും ചെയ്യാൻ സാബിറ സമ്മതിച്ചില്ലെങ്കിലും സാബിറയുടെ കൂടെ അടുക്കളയിൽ തന്നെ കൂടി അവൾ. അപ്പോഴേക്കും ഉള്ളു നിറഞ്ഞ് ആഗ്രഹിച്ചത് ആ ഒരുവനൊന്ന് വരണമേ എന്ന് മാത്രമാണ്. എല്ലാം റെഡിയായതിനു ശേഷം റസിയ മോളൂട്ടിയെ കുളിപ്പിച്ചു. രാവിലെ കുളിച്ചതാണെങ്കിലും അവളും ഒന്ന് മേലു കഴുകി കുളിച്ചു. മഞ്ഞ നിറത്തിലുള്ള ചുരിദാർ എടുത്തിട്ടു. അരി കവിഞ്ഞു കിടക്കുന്ന മുടി നന്നായി ചീകി കെട്ടി. സാബിത്ത കൊടുത്ത കാച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് കാര്യമൊക്കെയുണ്ട്. മുടി അല്പം കൂടി നീളം വെച്ചു. മോളൂട്ടിയുടെ കൺമഷിയിലൊന്ന് തൊട്ടെടുത്ത് കണ്ണെഴുതി കുറച്ച് പൗഡർ മുഖത്തിട്ടു. ഇപ്പോഴെന്തോ അവൾക്ക് ഒരുങ്ങാനൊക്കെ വലിയ ഇഷ്ടമാണ്. കാണേണ്ട ആൾ കാണാറൊന്നുമില്ലെങ്കിലും എന്തോ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിലും ഒരു കാമുകൻ ഉണ്ടാകുമ്പോഴാണ് പെണ്ണ് സുന്ദരിയാവുന്നത് എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. അതോർത്തപ്പോൾ റസിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കണ്ണാടിക്ക് മുന്നിൽ നിന്നവൾ സ്വയം വിലയിരുത്തി കവിളയ്ക്ക് തടിവെച്ചു. അവൾ നാണത്തോടെ ചിരിച്ചു. സുന്ദരിയൊക്കെ തന്നെ, പക്ഷേ എൻ്റെ ഷിബിക്കയുടെ അത്രയൊന്നും വരില്ല. ആൾക്ക് എന്തൊരു മൊഞ്ച. ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. ചെറുതായി ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് ആൾക്ക്. കട്ടക്കറുപ്പുള്ള വെട്ടിയൊതുക്കിയ താടിക്കിടയിൽ കാണുന്ന കുഞ്ഞു ചുണ്ടുകൾ. തന്നെ കാണുമ്പോൾ പ്രണയം പൊഴിക്കുന്ന കാപ്പിപ്പൊടി കണ്ണുകൾ. അവനെ ഓർത്തപ്പോൾ അവളുടെ കവിളിലേക്ക് നാണത്തിൻ്റെ ചുവപ്പ് ഇരച്ചെത്തി. റസി ഇപ്പോൾ ഒരു മായാലോകത്താണ്. ഷിബിലി എന്ന മാന്ത്രികൻ്റെ ചുറ്റും ഒരു പ്രണയശലഭമായി പാറിപ്പറക്കാൻ അവൾക്ക് ഇഷ്ടം. അവനെ ഒന്ന് വിഷ് ചെയ്യാതെ വയ്യെന്ന് തോന്നിയത് കൊണ്ടാണ് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന മോളൂട്ടിയുടെ കയ്യിൽ നിന്നും സാബിറയുടെ ഫോൺ കെഞ്ചി വാങ്ങിച്ച് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചത്. പ്രിയനെ,
എൻ്റേത് മാത്രമായി നിനക്ക് 1000 ജന്മദിനാശംസകൾ. ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ഫോണിലേക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുന്നത്. സാബിത്തിയുടെ ഫോണിൽ നിന്നാണ്. വെറുതെ അത് തുറന്നു നോക്കിയവൻ്റെ ഹൃദയം തുടിച്ചുയർന്നത് നിമിഷനേരം കൊണ്ടാണ്. കണ്ണുകളും ചുണ്ടുകളും ഒരുപോലെ വിടർന്നുപോയി. ഇന്ന് തൻ്റെ പിറന്നാളാണെന്ന് അവൻ ഓർക്കുന്നത് പോലും അപ്പോഴാണ്. ആ നിമിഷം തന്നെ അവൻ്റെ ഹൃദയം ആ പൊട്ടിപ്പെണ്ണിൻ്റെ അടുത്തേക്ക് കുതിച്ചിരുന്നു. മോളൂട്ടിയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് റസിയ ഷിബിലിയുടെ റൂമിലേക്ക് വന്നത്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അവിടെ മുഴുവനും അവൻ്റെ ഗന്ധമാണ്, തൻ്റെ പ്രണയത്തിൻ്റെ ഗന്ധം. റസിയ കണ്ണുകളടിച്ച് ആ ഗന്ധം ശ്വസിച്ചു. പതിയെ അകത്തേക്ക് ചുവട് വെച്ചതും മിഴി ഉടക്കിയത് ചുവരിൽ തറച്ചു വെച്ച ഫോട്ടോയിലാണ്. അത് മുൻപ് കണ്ടതാണെങ്കിലും വീണ്ടും നോക്കി നിന്നു. ഷിബിക്കയുടെ കൈക്കുള്ളിൽ ഒതുങ്ങി ആ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഹാദിയ, ഷിബിക്കയുടെ ദച്ചു, മോളൂട്ടിയുടെ ഉമ്മച്ചി. അവർ രണ്ടുപേരും എന്തൊരു ചേർച്ചയാണ്. ആ പെൺകുട്ടിയുടെ മരണം പാവം ഷിബിക്കയെ എത്രമാത്രം ഉലച്ചു കാണും. ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ കുഞ്ഞു നൊമ്പരം ഹൃദയത്തെ പൊതിയാറുണ്ട്, എന്തിനെന്നറിയാതെ. ഷെൽഫ് തുറന്ന് മോളൂട്ടിയുടെ ഡ്രസ്സ് എടുത്ത് തിരികെ നടക്കുമ്പോഴാണ് ആങ്കറിൽ തൂക്കിയ ഷിബിക്കയുടെ മുഷിഞ്ഞതെന്ന് തോന്നിയ ഷർട്ട് കണ്ടത്. റസിയ വേഗം തിരിഞ്ഞു നോക്കി. ആരെങ്കിലും പുറകിലുണ്ടോ, കയറി വരുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു നോക്കിയത്. അലക്കിയിടാമെന്ന് വെച്ചാണ് കയ്യിലെടുത്തതെങ്കിലും അവളത് ഇഷ്ടത്തോടെ മുഖത്തേക്ക് അടുപ്പിച്ചു. അവൻ്റെ വിയർപ്പിൻ്റെയും അവൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെയും കൂടി കലർന്നൊരു ഗന്ധം ശ്വസിച്ചെടുത്തു. ആ ഷർട്ടിൽ പതിയെ ഒന്ന് ഉമ്മ വെച്ചു ആ പെണ്ണ്. ഹാപ്പി ബർത്ത്ഡേ പൊന്നെ. പതിയെ മൊഴിഞ്ഞവൾ വീണ്ടും തുരിതരെ ആ ഷർട്ടിൽ ഉമ്മ വെച്ച് മുഖമുയർത്തി നോക്കിയതും കാണുന്നത് വാതിൽക്കൽ തന്നെ കൈപ്പിടച്ച് ഗൗരവത്തോടെ നോക്കി നിൽക്കുന്നവനെയാണ്. അല്ലാ, ഷിബിക്ക എപ്പോ വന്നോ? റസിയ പകച്ചുപോയി. അവളുടെ കയ്യിൽ നിന്നും ആ ഷർട്ട് താഴേക്ക് ഊർന്നു വീയാനൊരുങ്ങിയതും അവളത് മുറുക്കെ പിടിച്ചു. കണ്ണു രണ്ടും ഉരുണ്ട് ഇപ്പോൾ താഴെ വീഴുമെന്ന അവസ്ഥയിലായിട്ടുണ്ട്. കള്ളി, എന്തായിരുന്നടി നിനക്കിവിടെ പരിപാടി? അവളെ നോക്കി കണ്ണു ചുറ്റിക്കൊണ്ടവൻ ചോദിച്ചു. അവൻ്റെ ഭാവം കണ്ട് റസിയ പരിഭ്രമിച്ചു. ഞാൻ മോളൂട്ടിയുടെ ഉടുപ്പെടുക്കാൻ കള്ളം കാണിച്ചതുപോലെ റസിയ വിറച്ചു. ഓഹോ, എന്നിട്ട് നിൻ്റെ കയ്യിലിപ്പോൾ മോളൂട്ടിൻ്റെ ഉടുപ്പ് മാത്രമാണ് ഉള്ളത്? അവൻ അവളുടെ കയ്യിലെ ഷർട്ടിലേക്ക് നോക്കി ചോദിച്ചു. അത് അലക്കാൻ വിക്കിക്കൊണ്ടവൾ പറഞ്ഞപ്പിച്ചു. ആ പരിഭ്രമം കാണുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നുണ്ടവന്. ചിരി അമർത്തി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അത് ശരി, റസിയ എങ്ങനെയാണോ ഷർട്ട് അലക്കുന്നത്? ഞാൻ കണ്ടു. അവൻ മീശത്തുമ്പ് പിരിച്ചു വെച്ച് അവളുടെ അടുത്തേക്ക് വന്നു. റസിയ ഭയത്തോടെ പിറകേക്ക് നീങ്ങി. ഷിബിലി കൈ ഉയർത്തി അവളുടെ കയ്യിലുള്ള ഷർട്ട് വലിച്ചു വാങ്ങിയതും അവൻ മറ്റൊന്ന് ചെയ്യുകയാണെന്ന് ഭയന്ന് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഷിബിലി ആ ഷർട്ടൊന്ന് മുഖത്തോട് അടുപ്പിച്ചു മണത്തു. അയ്യേ, നീ ഇതാണോടി മണത്ത് നിൽക്കുന്നത്? ഇതിൽ അപ്പടി വിയർപ്പല്ലേ? വിയർപ്പിൻ്റെ സ്മെല്ലടിച്ചതും അവൻ മുഖം ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഈ സ്മെല്ല് ഇഷ്ടാ. റസിയ മുഖം കുനിച്ച് ഷാളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. എൻ്റെ ഉമ്മോ, എൻ്റെ വിയർപ്പിന് ഇത്ര ഡിമാൻഡോ? ഷിബിലി ചിരിച്ചു. അവളുടെ മുഖം വീർത്തു. റസിയ പതിയെ പുറത്തേക്ക് നടക്കാനൊരുങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അങ്ങനെ അങ്ങ് ഓടിപ്പോവാതെ പെണ്ണേ, നേരത്തെ എൻ്റെ ഷർട്ടും പിടിച്ച് എന്തൊക്കെയാ ചെയ്യുന്നത് കണ്ടല്ലോ. ഞാൻ വന്നില്ലേ, ഇനി അതൊക്കെ നേരിട്ടങ്ങ് തന്നൂടെ? അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളെ വലിച്ചു. ഷിബിക്ക, ഒന്ന് വിട്ടേ, ഞാൻ പോട്ടെ. ആരെങ്കിലും കാണും. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.